നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് HPV വാക്സിനെ പറ്റിയാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് യൂട്രൈൻ ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു വൈറസാണ് ഈ HPV എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വളരെ എഫക്റ്റീവായിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു വാക്സിനാണ് HPV വാക്സിൻ. അപ്പോൾ ഏകദേശം 200ഓളം ടൈപ്പ് ഓഫ് ഹ്യൂമൻ പാപ്പിലോമ വൈറസുകളുണ്ട്. അപ്പോൾ അതിൽ വിരലിലെണ്ണാവുന്നുള്ള വൈറസുകളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 99% പേരെയും ഈ വാക്സിൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ഈ ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ HPVയുടെ പ്രധാനമായിട്ടുള്ള ഒരു 4 ടൈപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് HPV6, HPV11, HPV16, HPV18. അപ്പോൾ ഇതിനെ 4നെയും പ്രിവെൻറ്റ് ചെയ്യുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വാക്സിനാണ് ക്വാഡ്രിവാലൻറ്റ് വാക്സിൻ എന്ന് പറഞ്ഞാൽ 2-3 ടൈപ്പ് സെർവൈക്കൽ ക്യാൻസർ വാക്സിനുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഗാർഡാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിനുണ്ട്, സെർവാരിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിനുണ്ട്, പിന്നെ കുറച്ച് പുതിയ വാക്സിനുകളുണ്ട്. ഈ വാക്സിൻ ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 വയസ്സായ കുട്ടികൾക്ക് മുതൽ 45 വയസ്സായവർക്ക് വരെ ഈ വാക്സിൻ എടുക്കാം. പക്ഷേ അതിൻ്റെ നമ്പർ ഓഫ് ഡോസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവും. വാക്സിൻ എടുക്കുന്ന സ്ഥലത്ത് ചെറിയ രീതിയിലുള്ള ഒരു പെയിനോ അല്ലെങ്കിൽ 1-2 ദിവസം മൈൽഡ് ഫീവറൊക്കെ മാത്രമേ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കാണുള്ളൂ. അപ്പോൾ അത് പാരസെറ്റമോളൊക്കെ കഴിച്ചാൽ തന്നെ പോകുന്നതുമാണ്. ഈ HPV വാക്സിൻ ജനറലി സേഫാണ്. മറ്റസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഒക്കെ ഈ വാക്സിൻ എടുക്കാം. നമ്മൾ പ്രഗ്നൻസി സമയത്ത് മാത്രം ഈ വാക്സിൻ ഒഴിവാക്കും. അല്ലാത്ത സമയത്ത് ഇപ്പോൾ പീരീഡ്സ് ഉള്ള സമയത്താണെങ്കിലോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തോ ഒക്കെ നമുക്ക് ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ HPV വാക്സിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഈ ക്യാമ്പയിനെ പറ്റി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സിൽ ചോദിക്കാം.